നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മോന്ത കാണിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. നിങ്ങൾ കണ്ടോ, ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന സാരി ഉടുത്ത ആ വ്യക്തിയെ? ഇദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് കുട്ടിയുമായി തിരിച്ചു പോയത്. ആ കുട്ടിയെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഒരു ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട്. എന്തിനാണെന്നല്ലേ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ, അതായത് ഹസ്ബൻഡ് എറണാകുളത്ത് വന്നിടം തൊട്ട് പരിചയമുള്ള ഒരാൾ, അതായത് റോയ് ചേട്ടൻ. നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, JMJ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിൽ ഒരു ഓട്ടോമൊബൈൽ ഡിസ്ട്രിബ്യൂട്ടർ സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഒരു എക്സ് പാർട്ട്ണറാണ്. ഇപ്പം പാർട്ട്ണർഷിപ്പിൽ നിന്ന് പുള്ളി പിരിഞ്ഞു. മുമ്പ് പാർട്ട്ണറായിരുന്നു. ആ സമയം മുതലല്ല, അദ്ദേഹം പൂങ്കുടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിനെ സജീവനെ അറിയാം. അത്ര ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തതിൻ്റെയും അല്ലാതെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ് ഇന്ന്. അപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വെറും ഒരു ദിവസത്തേക്ക് വേണ്ടി കഴിഞ്ഞ വീക്കിൽ തിരിച്ചു പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത്. കാരണം അത് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ സത്യം. അവരിവിടെ ഉള്ളപ്പോഴേ ഒരു സൺഡേ പോയി കല്യാണത്തിന് പോകാതെ ഒരു സൺഡേ റോയിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ട് തിരിച്ചു വരാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, ആ സൺഡേയിൽ നമ്മൾ കളമശ്ശേരിയിലെ മാമി നമ്മുടെ വീട്ടിൽ വരികയും മാമിയെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കല്യാണത്തിനല്ല, റോയിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് മുഖം കാണിക്കാൻ പോകാൻ പറ്റില്ല. മാമി നമ്മുടെ കൂടെ വരത്തില്ല, മാമിക്ക് അത്ര പരിചയമില്ല റോയിച്ചേട്ടനെ. അപ്പോൾ പുള്ളിക്കാരത്തെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്തി നമ്മളെ കാണാൻ വന്നിട്ട് ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ വേണ്ട, നാട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു ദിവസത്തേക്ക് വേണ്ടി തിരിച്ചു വരാമെന്ന് സിന്ധു അങ്ങ് പ്ലാൻ ചെയ്തു. പോവാതിരിക്കാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അതായത് ഈ കല്യാണത്തിന് വേണ്ടി മാത്രമാണ് എറണാകുളത്തേക്ക് വീണ്ടും തിരിച്ചു വന്നത്. ശനിയാഴ്ച രാവിലെ വന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരം കല്യാണം കൂടി ഞായറാഴ്ച തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ശനിയാഴ്ച ഞാൻ കണ്ണൻ പോയിട്ട് കണ്ണൻ അന്ന് ഓഫീസ് ഉണ്ടായിരുന്നില്ല, സാറ്റർഡേ സൺഡേ ഇല്ലല്ലോ. അപ്പോൾ കണ്ണൻ വീട്ടിലുണ്ടായിരുന്നു. സിന്ധു രാവിലെ നേരിട്ട് തന്നെ വീട്ടിൽ വന്നു, ആരും വിളിക്കാനൊന്നും പോയില്ല. പുള്ളി തന്നെ വീട്ടിലേക്ക് വന്നിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓഫീസ് ആസ് യൂഷ്വൽ പോയിട്ട് വൈകുന്നേരം നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് 4:30 ആയിരുന്നു പള്ളിയിലെ പരിപാടി. പക്ഷേ അതിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഓഫീസിൽ നിന്ന് എത്തിയത്. എന്നിട്ട് അവർ ഇവിടെ എന്നെ വിളിച്ച് കുറേ പ്രാവശ്യം വിളിച്ച് ഇറങ്ങുന്നില്ലേന്ന്. പക്ഷേ എന്തോ അന്നേരം എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, അങ്ങനെ ലേറ്റായിട്ട് വന്നു. അപ്പം പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ റിസപ്ഷൻ സ്ഥലത്തേക്ക് വന്നത്. ഇത് എറണാകുളത്താണ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു പള്ളിയുടെ പാരിഷ് ഹോളും പള്ളിയും അതിൻ്റെ ഹോളുമായിട്ട് അടുത്തടുത്തുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ യൂബറിൽ 3 പേരും കൂടെ പോയി. ഞങ്ങളവിടെ അറ്റൻഡ് ചെയ്തു. അവിടെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ല നല്ല ഫുഡാണ് കേട്ടോ. ആക്ച്വലി ഞാൻ മട്ടൺ ബിരിയാണി അത്രയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ല. നല്ല സൂപ്പറായിരുന്നു മട്ടൺ ബിരിയാണി. ഭയങ്കര കുറേ വിഭവങ്ങളൊന്നും വലിയ ഭയങ്കര ആർഭാടത്തോടു കൂടിയല്ല അദ്ദേഹം കല്യാണം നടത്തിയത്. വളരെ സത്യത്തിൽ പറഞ്ഞാൽ അത്രയ്ക്കൊന്നും പോഷായിട്ടല്ല കല്യാണം നടത്തിയത്. വളരെ സിമ്പിളായിട്ട് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ ഒരു രീതിക്കാണ് ഉദ്ദേശിച്ചത്. വളരെ സൂപ്പറായിരുന്നു. ഞങ്ങളെ കണ്ടതും പുള്ളിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ പിള്ളേരുടെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഹോളിൻ്റെ സമീപത്തുള്ള പൂക്കൾ അലങ്കരിച്ചിരിക്കുന്ന നല്ല സൂപ്പറായിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു സൂപ്പർ വിഷ്വലായിരുന്നു. ഞങ്ങളതൊക്കെ കുറേ കണ്ടിട്ട് അപ്പോഴത്തേക്ക് നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോയ് ചേട്ടനൊപ്പം ഉള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര ബിസിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുള്ളിയോട് സംസാരിക്കുകയോ വീഡിയോ എടുക്കുകയോ അത് പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്നും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല. എനിവേയ്സ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴുണ്ട് ഈ 2 എണ്ണത്തിനും പാതിരാത്രിക്ക് ഈ സ്റ്റുഡിയോയിലും അവിടെ ഇവിടെയൊക്കെ കയറണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ വയറ് നിറച്ചിട്ടെങ്കിൽ വീട്ടിലെത്തണം എന്നുള്ള, എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണമെന്ന് എനിക്ക്. ഇതുങ്ങൾ രണ്ടും ചുമ്മാ കടയിലും കയറി ഇങ്ങനെയൊക്കെ നോക്കിയും കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതി. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിന് പോകണ്ടല്ലോ, എന്നിട്ടും നമുക്ക് വെറുതെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് സ്റ്റുഡിയോ കണ്ടപ്പോൾ അവിടെ സ്റ്റുഡിയോയിൽ ഇറങ്ങി
കണ്ണൻ കയറാൻ നേരത്തെ പറഞ്ഞ് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഒഴിച്ചുള്ള ബാക്കിയെല്ലാം എടുക്കാമെന്ന്. കാരണം എന്താണെന്നറിയുമോ, ഞാൻ അവൻ്റെ കൂടെ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും വാങ്ങിക്കത്തില്ല കേട്ടോ. ഞാൻ പിന്നെ കുറേ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേന്ന് വിചാരിച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുക്കുക, അല്ലെങ്കിൽ എന്തോ ലിപ് ഗ്ലോയോ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും അങ്ങനെ ചെറിയ സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് കയറിയ ഉടനെ അവ എന്നോട് പറഞ്ഞൊരു വാർണിംഗ് ആണ്, ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറണ്ടെന്ന്. പക്ഷേ സിന്ധു ഉള്ളത് കൊണ്ട് പിന്നെ ഷൂ വേണമായിരുന്നു അവൾക്ക്, മറ്റേ കാഷ്വൽ ഷൂ വേണമായിരുന്നു, അത് വാങ്ങി. പിന്നെ നെയിൽ പോളിഷ് അവിടെ ട്രൈ ഇട്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് ഇട്ട് നോക്കി. അപ്പം നെയിൽ പോളിഷൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ വെറുതെ ജസ്റ്റ് അവിടെ ഇരുന്ന് ട്രൈ ഇട്ടെന്നുള്ളത് കണ്ടപ്പോൾ അതെടുത്തൊന്ന് ട്രൈ ചെയ്തു. പിന്നെ എന്താണ്, കിങ്ങിണിക്ക് വേണ്ടിയ ചെറിയ ചെറിയ സാധനങ്ങൾ ഇന്നേഴ്സൊക്കെ വാങ്ങിച്ചു. കണ്ണനപ്പം പറഞ്ഞു നിങ്ങളിവിടെ ഇരുന്ന് വാങ്ങിക്ക്, ഞാൻ മുകളിൽ പോയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അവന് ഷർട്ട് മേടിക്കണമെന്നൊക്കെ പറഞ്ഞ്. അവൻ എന്നിട്ട് നമ്മൾ കൂടെ പോയാൽ കുറച്ചും കൂടെ നല്ല ഷർട്ടൊക്കെ സെലക്ട് ചെയ്യും. അവൻ സെലക്ട് ചെയ്യുമ്പം നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇത് കണ്ട ഇപ്പം അവൻ സെലക്ട് ചെയ്ത ഷർട്ടായി, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സിന്ധുവും പറഞ്ഞു ഇതെന്തോടെ ചാക്കാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ നിന്ന് ക്ഷീണിതരായിട്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേ വയറങ്ങ് അപ്സെറ്റ് ആകുമല്ലോ. പിന്നെ നമുക്കിങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് കിടന്നാൽ മതി എന്നാണ് ഞാൻ അന്നേരം തൊട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടെണ്ണമാണ് അതൊന്നും സമ്മതിക്കാഞ്ഞത്. സ്റ്റുഡിയോ ഉണ്ടപ്പോൾ സ്റ്റുഡിയോയ്ക്കകത്ത് കയറണം. രാവിലെ എന്നിട്ട് വെളുപ്പിന് പോവുകയും വേണം. അതാണ് ഏറ്റവും ഇത്. കണ്ണൻ്റെ കഥ പറച്ചിലൊക്കെയാണ്. ഇപ്പോൾ ചെരുപ്പ് മറ്റേ ലക്ഷദ്വീപിൽ കൊണ്ടുപോയിട്ട് ചെരുപ്പ് നശിച്ച കഥയൊക്കെ പറയുകയാണ് അവൻ. പിറ്റേ ദിവസം വെളുപ്പാങ്ങാലത്ത് 4:15 ആയപ്പോൾ എണീറ്റ് സിന്ധു കുളിച്ച് പോകാൻ വേണ്ടിയിട്ട്. കണ്ണൻ പറഞ്ഞു കണ്ണൻ ഗുണനാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്നത്. പക്ഷേ അവൻ കിടക്കുന്ന സമയം 3 മണിക്കായിരിക്കും. അവൻ പിന്നെ 4 മണിക്ക് എണീക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ തന്നെ എണീറ്റു. സിന്ധു കുളിച്ചിട്ടൊക്കെയാണ് പോയത്. 2 വീലറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു, 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ 2 വീലറിൽ തന്നെ പോകാമെന്ന് വെച്ച് വണ്ടിയൊക്കെ എടുത്തു. പക്ഷേ സാധാരണ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ട്രെയിനിൽ പോകാറേ ഉള്ളൂ. ഇത്തവണ നമുക്ക് ബുക്ക് ചെയ്യാനും സമയം കിട്ടില്ല. കാരണം ഈ ഒരു വരവ് പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മളൊരു നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് തന്നെ കൗണ്ടർ ടിക്കറ്റ് എടുത്തു മദ്രാസ് മെയിലിൽ. അത് 6:10 അങ്ങനെ മദ്രാസ് മെയിലിൽ കയറ്റി വിട്ടിട്ട് പാപം അങ്ങ് തിരിച്ചു പോയി. ഞാൻ ഇവിടെയും ഓക്കെ.